എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കൊന്ന് വരുന്നൊരു പൊതിച്ചോറ് എന്ന ഈ അന്നദാന പദ്ധതി ഈ പരിപാവനമായ മഞ്ജുലാൽ പരിസരത്ത് വെച്ച് നടത്തി തുടങ്ങി. നല്ലവരായ നാട്ടുകാരും പ്രവാസികളൊക്കെ നമ്മളെ അകം വഹിച്ച് സഹായിക്കുന്നുണ്ട്. ഇത് യാതൊരു കുഴപ്പവും അല്ലെങ്കിൽ തടസ്സവും കൂടാതെ നമുക്കിവിടെ കഴിയുന്നുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മളിതെല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഇത് വിഭാവനം ചെയ്തെങ്കിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും ഉദാഹരണത്തിന് ഈ ആഴ്ച നമുക്ക് എല്ലാ ദിവസങ്ങളും തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഈ അന്നദാനം നമുക്കിവിടെ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും നമ്മളുടെ സഹകരിക്കുന്നവരുടെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള അതിലേക്ക് കിടക്കുകയാണ്. ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എല്ലാ മാസവും അവസാന വ്യാഴാഴ്ചകളിൽ ടി ദേവസി ജ്വല്ലറി ഉടമ അനിൽ ദേവസിയാണ് നമുക്ക് ഈ അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഇന്ന് കൂടാതെ നമുക്ക് വേണ്ടിയിട്ട് ശാന്താകൃഷ്ണൻ ബാംഗ്ലൂർ, അനിൽ സദനം പത്തനംതിട്ട, ഉണ്ണികൃഷ്ണൻ അങ്ങനെ 3 ആൾ കൂടി നമുക്ക് ഈ അന്നദാനം സ്പോൺസർ ചെയ്യാനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരോടൊക്കെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെയും ഇതിൻ്റെ പ്രവർത്തകരോടൊപ്പമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ മുരളി അകമ്പടി ഗുരുവായൂർ കൃഷ്ണാടങ്ങളി ആശാനാണ്. നമ്മൾ ഈ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം ആവിഷ്കരിച്ചപ്പോൾ അതിൻ്റെ കൺവീനറായിട്ട് പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് മുരളി. ഞാൻ ആദരവോടുകൂടി സ്വാഗതം ചെയ്തത്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ മണലൂർ ഗോപിനാഥൻ അവർക്കാണ്. അദ്ദേഹം ഗുരുവായൂർ സ്റ്റേഷനിൽ നിന്ന് സബ് ഇൻസ്പെക്ടറായി റിട്ടയർ ചെയ്തതിന് ശേഷം തൻ്റെ ശിഷ്ടകാലം മുഴുവൻ തുള്ളൽ കലാപ്രസ്ഥാനത്തിന് വേണ്ടി തുള്ളലിന് വേണ്ടിയിട്ട് മാത്രം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് തുള്ളൽ കളരി സംഘടിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനിടയിലാണ് അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഗുരുവായൂർ പ്രമുഖ സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള ബാലൻ മാറനാട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിന് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ ഇവിടെ വന്ന് സഹകരിക്കുന്ന വ്യക്തിത്വത്തിനിടയിലാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചന്ദ്രേട്ട് തിരുപ്പതി ദേവസ്ഥയിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം നമ്മളുടെ സജീവ പ്രവർത്തകനാണ്. ഇന്നത്തെ വസ്ത്രദാനം ചന്ദ്രേട്ടൻ്റെ വകയാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മാമൻ നമ്മളോടൊപ്പം ഉണ്ട്, ജയൻ നമ്മളോടൊപ്പം ഉണ്ട്. 2 പേരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രേംജി ഗുരുവായൂർ, ഇത് യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ നിങ്ങളെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ അന്നദാനം സ്വീകരിക്കാൻ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിന് മുരളിയേട്ടൻ പറഞ്ഞ മാതിരി ഇന്ന് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനെത്തിയത് മണലൂർ ഗോപിനാഥ് ആശാനാണ്. ഓട്ടംതുള്ളൽ എന്ന കലയ്ക്ക് ഏറെ പ്രാധാന്യം, അതൊന്ന് തണുത്തു പോയെങ്കിലും ഇന്ന് ഗുരുവായൂരിലൊക്കെ ഒരുവിധം സ്ഥലങ്ങളിലും ലോകത്തും തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി വളരെ അദ്ദേഹത്തിന് സാമ്പത്തികം പോലും നോക്കാണ്ട് ഫ്രീ ആയിട്ട് വരെ അദ്ദേഹം സ്കൂളുകളിലും അതുമാതിരി കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു ആശാനാണ് നമുക്കിന്ന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അത് വളരെ വളരെ സന്തോഷമുണ്ട്. അതിന് നന്ദി പ്രത്യേകം ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനവും അദ്ദേഹത്തിനോട് അതിന് വേണ്ടിയിട്ട് 2 വാക്ക് പറയാൻ ഞാൻ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. 2 മുരളിമാരോടും വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് ഞാൻ എൻ്റെ നന്ദിയും കടപ്പാട് അറിയിക്കാൻ എന്നെ ക്ഷണിച്ചതിന് അതുപോലെ തന്നെ ബാലേട്ടൻ, ചന്ദ്രേട്ടൻ, എല്ലാവരും പ്രേംചേട്ടൻ എല്ലാവരോടും ഞാൻ വളരെ സ്നേഹത്തോടെ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. ഇതൊക്കെ ഒരു വീണ്ടും കിട്ടുന്ന ഭാഗ്യമാണ്. കാരണം ഒരു 10 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ടും വളരെ ഭംഗിയോടും കൂടിയിട്ട് വളരെ അനുഷ്ഠാനമായ പോലെ ചെയ്തു വരുന്ന ഒരു പ്രവൃത്തിയായി മാറിയിരിക്കുകയാണെന്ന് നമുക്കൊക്കെ അറിയാം. തീർച്ചയായിട്ടും ഈ ഭക്ഷണത്തിൻ്റെ മുൻപിൽ അധികം പ്രസംഗം പാടില്ല. പക്ഷേ വിശക്കുന്ന വയറിനാണ് പൊതിച്ചോറ്. വിശന്ന് നിൽക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ആദ്യത്തെ നമ്മുടെ കടമ എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. പിന്നീടാണ് പാർപ്പിടവും വസ്ത്രമൊക്കെ വരുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുപോലൊരു സേവനം ചെയ്യാനായിട്ട് സന്മനസ് കാണിച്ച ഭഗവാന്റെ കൃഷ്ണരൂപം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന മുരളി അകമ്പടിയും അവൻ്റെ മുരളിയുടെ ഒപ്പം നിന്ന് ഇതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് ഒപ്പം നിന്നിട്ട് ഇന്നേ വരെ മുടങ്ങാതെ വ്യാഴാഴ്ചകളിൽ മാത്രമല്ല ഇതിൻ്റെ സ്പോൺസർമാർ കൂടി വരുമ്പോൾ വ്യാഴാഴ്ചകളിൽ നിന്ന് വിട്ട് ബാക്കി ഇട ദിവസങ്ങളിലും ഭക്ഷണം കൊടുക്കുവാനുള്ള ആ സന്മനസ് കാണിക്കുന്ന ടി ദേവസി ഉൾപ്പെടെയുള്ളവരെ നമ്മൾ സമീപിച്ചുകൊണ്ടും അവരുടെ സേവനവും അവരുടെ സാമ്പത്തിക സഹായമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർ ചെയ്യുന്ന ഈ ചൂട് കാലത്ത് പോലും ഒരു ദിവസം പോലും മുടങ്ങാതെ ഈ അന്നദാനം ചെയ്യുന്നവർക്ക് പുണ്യ ലഭിക്കട്ടെ. പ്രാർത്ഥന മാത്രം പോരാ, ഇങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ സൗഖ്യം നമുക്ക് നേടേണ്ടത്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അന്നദാനത്തിന് ഭാഗമാക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ ഈ ശുഭദിനം നന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ലപോലെ ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും തരാട്ടോ. ചന്ദ്രേട്ടാ വസ്ത്രം
മാമ പായസം വന്നില്ല, അത് വണ്ടിയിൽ പെട്ടിരിക്കുക, വഴിയിൽ പെട്ടുപോയി. മാമ പായസം സേവനത്തിന് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ മുന്നോട്ട് വരൂ. ബന്ധപ്പെടേണ്ട നമ്പറുകൾ 9446514148, 9961610486, 9846064770, 9846193438. ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.